JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിൽ. സെൻട്രൽ പാനലിലെ 4 സ്ഥാനങ്ങളിലും ഇടത് സഖ്യ സ്ഥാനാർത്ഥികളാണ് മുന്നിൽ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മലയാളിയായ ഗോപിക ബാബു 597 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അർജുൻ പീതാംബരനുണ്ട് വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. അർജുൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെ പുരോഗമിക്കുന്നു വോട്ടെണ്ണൽ? ആർക്കൊക്കെയാണ് സാധ്യത? മലയാളിയുടെ സാധ്യത എത്രത്തോളമാണ്? കാരണം മുന്നിലാണ്. മോദി ഏറെക്കുറെ ഇടത് സഖ്യ സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ഐസ, SFI, അതുപോലെ തന്നെ DSF, ഈ 3 വിദ്യാർത്ഥി സംഘടനകൾ ഒന്നു ചേർന്നാണ് ഇടത് സഖ്യമായി മത്സരിക്കുന്നത്. എതിരെ ABVPയും ഉണ്ട്, NSUയും ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും 2 മലയാളികളാണ് ഇത്തവണ JNUവിൽ ഈ സെൻട്രൽ പാനലിലേക്ക് മത്സരിച്ചത്. അത് ഒന്ന് SFIയുടെ ഗോപിക ബാബു ആണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി. രണ്ടാമത്തേത് ഗോപി കൃഷ്ണൻ യു ആണ്. അദ്ദേഹം ASFന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കായിരുന്നു മത്സരിച്ചത്. എന്തായാലും ഇപ്പോൾ ഗോപിക ബാബു ഏകദേശം വിജയത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ പറയാൻ സാധിക്കുക. 597 വോട്ടുകൾക്കാണ് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഡ് ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്തേക്കുള്ള ABVP സ്ഥാനാർത്ഥി താനിയ, അവർക്ക് 316 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. NSUയുടെ സ്ഥാനാർത്ഥിക്ക് 88 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇടത് സഖ്യത്തിന്റെ അതിഥി 399 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടത് സഖ്യത്തിന്റെ സുനിൽ, അദ്ദേഹം 380 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഡാനിഷും ഏകദേശം 487 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അന്തിമ ഫലം വരുമെന്നുള്ള കാര്യമാണ് JNUവിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഏകദേശം 9500 വോട്ടർമാരാണ് ഇത്തവണ യോഗ്യരായിട്ടുള്ളത്. അതിൽ 67%, 6000-ലധികം വിദ്യാർത്ഥികൾ പോൾ ചെയ്തിട്ടുമുണ്ട്. മിനിഞ്ഞാന്ന് 4-ാം തീയതിയായിരുന്നു പോളിംഗ്. അതിന് വൈകിട്ട് തന്നെ ഈ വോട്ടെണ്ണെല്ലാം തന്നെ ആരംഭിച്ചു. പല കോളേജുകളുമായിട്ടുള്ള കൗൺസിലർ സീറ്റുകളായിരുന്നു ആദ്യം എണ്ണി തുടങ്ങിയത്. അന്തിമഘട്ടത്തിലായിരുന്നു ഈ സെൻട്രൽ പാനൽ, അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഈ 4 സ്ഥാനങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ആരംഭിച്ചത്. ഇന്നലെ രാത്രി മുഴുവൻ ഈ വോട്ടെണ്ണൽ പുരോഗമിച്ചു. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ അന്തിമ ഫലം വരുമെന്നുള്ള കാര്യമാണ്. 20 സ്ഥാനാർത്ഥികളായിരുന്നു, അത് സ്വതന്ത്രർ ഉൾപ്പെടെ 20 സ്ഥാനാർത്ഥികളായിരുന്നു സെൻട്രൽ പാനലിലേക്ക് മത്സരിച്ചതും. കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരത്തിൽ മലയാളി സ്ഥാനാർത്ഥികൾ അവർ കൗൺസിലർ വിഭാഗത്തേക്കെല്ലാം തന്നെ മത്സരിച്ചു. പ്രത്യേകിച്ച് ഈ ഗോപിക ബാബു അവർ SISലെ കൗൺസിലറായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ SFIയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നേരിട്ട് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. എന്തായാലും ഇടത് സഖ്യം വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം പറയാൻ സാധിക്കുക. കഴിഞ്ഞ വർഷം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ABVP വിജയിച്ചൊരു ചരിത്രമുണ്ട്. ഇത്തവണ എന്തായാലും ഈ 3 വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് DSFും ഐസയും SFIയും ചേർന്ന് JNU വീണ്ടും ഒരു ഇടത് സഖ്യം പൂർണ്ണമായും അടക്കി വാഴുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.